എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ പ്രസിദ്ധമായ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഉടുപ്പി സാമ്പാർ. വളരെ ടേസ്റ്റുള്ള അല്പം മധുരമൊക്കെ ചേർന്ന ഒരു സാമ്പാറാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 1 കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ 2 എണ്ണം, 2 തക്കാളി, 2 പച്ചമുളക്. മത്തങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി സാമ്പാർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലി 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 2 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, ജീരകം 2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, ഒരു 5 കാശ്മീരി മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 4 ടേബിൾ സ്പൂൺ തേങ്ങ. മസാല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. ഇനി കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ജീരകം, ഉലുവ, മുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജീരകമൊക്കെ പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. മസാല നല്ലോണം ആറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇങ്ങനെ തൊലിയോട് കൂടിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണേ. ഇനി മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനൊരു 3 മിനിറ്റ് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അരച്ചെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച മസാല ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. പച്ച തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിൽ തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആവണ്ട കേട്ടോ.
ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തതാണിത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉടുപ്പി സാമ്പാറിൻ്റെ പ്രത്യേകത കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ചെറിയൊരു കഷ്ണം വെള്ളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം. ഇപ്പോൾ വെള്ളത്തിൽ ആവശ്യത്തിനുണ്ട്. കടുക് താളിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക്, കുറച്ച് ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് 5 മിനിറ്റ് മൂടി വെക്കാം. അങ്ങനെ ഉടുപ്പി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഒരു സാമ്പാറാണിത്. ജീരകത്തിൻ്റെ ടേസ്റ്റും ശർക്കരയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.